അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലഗ്രാഞ്ചസ് തിയറം പ്രൂവ് ചെയ്യാനുള്ള ഒരു ലെമ്മ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലഗ്രാഞ്ചസ് തിയറം എന്താണെന്നുള്ളത് നോക്കാം, അത് പ്രൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സെറ്റ് പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, സെറ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഉദ്ദേശിച്ച് ഞാൻ ഇതാണ് കേട്ടോ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, അത് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നറിയാം അല്ലേ. ഇതിന്റെ സബ് ഗ്രൂപ്പുകൾ ഏത് ഫോമിലായിരിക്കും? സെഡ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് അറിയാം അല്ലേ നിങ്ങൾക്ക്. സെഡ് ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് അല്ലേ. അതിനകത്ത് അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? അതിന് ആകെ രണ്ട് ജനറേറ്റേഴ്സേ ഉണ്ടാവുള്ളൂ ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന് അല്ലേ. സെഡിന്റെ ഇൻവേഴ്സ്, സെഡിലെ ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അടുത്ത ജനറേറ്റർ എന്ന് പറയുന്നത് 1ന്റെ ഇൻവേഴ്സും ഒരു ജനറേറ്റർ ആയിരിക്കും. 1ന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ -1 കിട്ടിയോ. അപ്പോൾ 1ഉം -1ഉം ആണ് സെഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആ ഗ്രൂപ്പിന്റെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അപ്പോൾ സെഡിന്റെ സബ് ഗ്രൂപ്പുകളും സൈക്ലിക് ആയിരിക്കും. സെഡിന്റെ സബ് ഗ്രൂപ്പുകളുടെ ഫോം എന്ന് പറയുന്നത് എൻ സെഡ് ആണ് കേട്ടോ. എൻ സെഡ്, എൻ ബിലോങ്സ് ടു എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക കിട്ടിയോ. എൻ സെഡ് എന്നുള്ള ഫോമിലാണ് നമ്മൾ എന്ത് വരുന്നത്? എൻ സെഡ് എന്നുള്ള ഫോമിലാണ് നമ്മൾ സെഡിന്റെ സബ് ഗ്രൂപ്പുകൾ വരിക. ഇത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ എന്നും എഴുതാം. ഇതിനെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ എന്നും എഴുതാം. എൻ സെഡ് എന്നുള്ള ഫോമിലാണ് സെഡിന്റെ സബ് ഗ്രൂപ്പുകൾ വരുന്നത്. അതിനെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ എന്നും നമുക്ക് എഴുതാം കിട്ടിയോ. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എന്നിനെ നോക്കുക, ആ ഇതിന്റെ ഡെഫിനിഷൻ തന്നെ അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ അഡിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ എൻ എ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എക്ക് പകരം എൻ കിട്ടിയോ. അപ്പൊ എൻ സെഡ് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ചെയ്താൽ, എൻ സെഡ് എന്ന് പറയുന്ന സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സ് എന്താ? എൻ ഇൻറ്റു എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു സെഡ് എന്നുള്ള ഫോമിലാണ് അല്ലേ. അപ്പൊ ഇത് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ ആണ്. അപ്പൊ നമ്മളുടെ സെഡിന്റെ സബ് ഗ്രൂപ്പുകൾ എൻ സെഡ് എന്നുള്ള ഫോമിലാണ്, അല്ലെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എൻ എന്നുള്ള ഫോമിലാണ്. എൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ കിട്ടിയോ. അപ്പൊ അതാണ് നമ്മൾ, അതൊന്ന് പറയാൻ വിട്ടുപോയതായിരുന്നു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മെയിൻ തിയറമാണ് ലഗ്രാഞ്ചസ് തിയറം. ലഗ്രാഞ്ചസ് തിയറം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രീവിയസ് വീഡിയോസിൽ ഏതിലോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. സബ് ഗ്രൂപ്പിന്റെ ഓർഡറെ ഡിവൈഡ് ചെയ്യും ഇഫ് ദി ഗ്രൂപ്പ് ഈസ് ഫൈനൈറ്റ്. ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിന്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും ആ സബ് ഗ്രൂപ്പിന്റെ ഓർഡറെ ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ് കിട്ടിയോ. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓർഡർ ഓഫ് എച്ച് ഇസ് എ ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിയുടെ ഓർഡർ, കർഡിനാലിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് എൻ ആയിട്ടും കർഡിനാലിറ്റി ഓഫ് എച്ച് എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പ് എം ആയിട്ടും നമ്മൾ എടുത്തു കിട്ടിയോ. ഇനി നമ്മളുടെ നേരത്തെ ലെമ്മ അപ്ലൈ ചെയ്യണമല്ലോ. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ലെമ്മ നമുക്ക് അപ്ലൈ ചെയ്യണം. ലെമ്മ എന്തായിരുന്നു? ഒരു ഇക്വലൻസ് റിലേഷനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ലെമ്മയായിരുന്നു അത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു റിലേഷൻ എടുത്തിട്ടുണ്ട്. ആ ലെമ്മയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതേ റിലേഷൻ തന്നെ നമ്മൾ ജിയിൽ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്തത്? ജിയിലെ 2 എലമെന്റ്സ് എ റിലേറ്റഡ് ടു ബി എന്ന് പറയണമെങ്കിൽ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്, അതാണ് നമ്മൾ ആ ലെമ്മയിൽ പറഞ്ഞത് അല്ലേ. അപ്പൊ ആ റിലേഷൻ പ്രകാരം അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. അത് ഇക്വലൻസ് റിലേഷൻ എന്ത് ചെയ്യും? ജിയെ പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ജി ഇൻറ്റു ഇക്വാലൻസ് ക്ലാസസ്. ഇക്വലൻസ് ക്ലാസസ് എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് അറിയില്ലേ? അപ്പോൾ ഫോർ എനി എ ബിലോങ്സ് ടു ജി ഡിനോട്ട് ദി ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. അപ്പൊ അങ്ങനെ ഒരു ഇക്വലൻസ് ക്ലാസ് നമുക്ക് കിട്ടും. കാരണം എന്താണ്? നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇക്വലൻസ് റിലേഷൻ പാർട്ടീഷൻ അവർ ജി ഇൻറ്റു ഇക്വലൻസ് ക്ലാസസ്. അപ്പൊ അതിലൊരു ഇക്വലൻസ് ക്ലാസ് എടുത്തു നമ്മൾ, ഇക്വലൻസ് ക്ലാസ് എ കിട്ടിയോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള എച്ച് ഡൊമൈൻ ആയിട്ട് എടുത്തിട്ട്
കോഡൊമൈൻ ആരായിട്ട് എടുക്കുന്നു? ഇക്വലൻസ് ക്ലാസ് എ എടുക്കുന്നു. അപ്പം മാപ്പിങ്ങിന് എന്താ എഫ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നതിന് പകരം ഇവിടെ എടുത്തിട്ടുള്ള ഇക്വലൻസ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പേര് കൊടുക്കുന്നത്. റോ എ, റോ സഫിക്സ് എ, റോയുടെ താഴെ എ എഴുതുക. കിട്ടിയോ? ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യണം നോക്കാം. അപ്പോൾ ഇതിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എച്ചിലൊരു എലമെൻറ്റ് വേണ്ടേ? അപ്പോൾ എച്ചിലൊരു എലമെൻറ്റ് എക്സ് എടുത്തു. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച്. റോ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എക്സ് ഇൻറ്റു എ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. എക്സ് സ്റ്റാർ എ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് ഇതിനകത്ത് കിടക്കുമോ? കാരണം ഇമേജ് എവിടെ വരേണ്ടത്? ഇക്വലൻസ് ക്ലാസ് എയ്ക്കകത്താണ് ഇമേജ് വരേണ്ടത് അല്ലേ? ഇക്വലൻസ് ക്ലാസ് എയ്ക്കകത്ത് ഇമേജ് വരണമെങ്കിൽ, അതായത് ഇവിടെ ഇമേജ് ആരാണ്? എക്സ് എ വരണമെങ്കിൽ ഇക്വലൻസ് ക്ലാസ് എയിൽ എങ്ങനെയാണ് നമ്മൾ എലമെന്റ്സ് എടുക്കുന്നത്? എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഇക്വലൻസ് ക്ലാസ് എയിൽ ഉണ്ടാവുക? എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തില്ല നേരത്തെ. ആ റിലേഷൻ പ്രകാരം എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സുകളാണ് ഇക്വലൻസ് ക്ലാസ് എയ്ക്കകത്ത് വരിക. ഇക്വലൻസ് ക്ലാസ് എ എന്ന് പറയുമ്പോൾ ഒരു സെറ്റാണ്. എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സുകളുടെ കളക്ഷനാണ് ഇക്വലൻസ് ക്ലാസ് എയ്ക്കകത്ത് വരിക. കിട്ടിയ? റിലേഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാലോചിക്കണം. അപ്പം നമ്മൾക്ക് ഈ എലമെന്റ് എക്സ് എ എന്ന് പറയുന്ന എലമെന്റ് എയുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം? എപ്പോഴാണ് എയും ബിയും എ റിലേറ്റഡ് ടു ബി എന്ന് പറയുക? എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആവണം. അപ്പോൾ ഇവിടെ ആരാണ് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് ബിക്ക് പകരം എക്സ് എ ആണ് തന്നിട്ടുള്ളത് അല്ലേ? എക്സ് എ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് ഇക്വലൻസ് ക്ലാസ് എയിലുണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? എ എക്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് കിട്ടണം. മനസ്സിലായോ? എ എക്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് കിട്ടണം. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? എ എക്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു, അല്ലെങ്കിൽ തിരിച്ചെടുത്താലും മതി. എന്തെടുത്താൽ മതി? എക്സ് എ എക്സ് ട്രാൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, ഇക്വലൻസ് റിലേഷൻ ആണ്, സിമെട്രി ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്താലും മതി. എക്സ് എ പെട്ടെന്ന് പറയാൻ പറ്റും, ഇക്വലൻസ് റിലേഷൻ ആയതുകൊണ്ട് സിമെട്രി ഉണ്ടല്ലോ. അപ്പോൾ നോക്കൂ, എക്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എ റിലേറ്റഡ് ടു എ എന്ന് കിട്ടും. എക്സ് എ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാലും എ റിലേറ്റഡ് ടു എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ. അപ്പോൾ എക്ക് പകരം എക്സ് എ എടുക്കുക, ബിക്ക് പകരം എ എടുക്കുക. അപ്പോൾ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ, എ ബി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? എക്സ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്താൽ എക്സ് എ ഇൻവേഴ്സ്, എയും എ ഇൻവേഴ്സും കമ്പൈൻ ചെയ്യുക. എക്സ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്നല്ലേ വരിക? അപ്പോൾ എക്സും എയും എ ഇൻവേഴ്സും, അപ്പോൾ എയും എ ഇൻവേഴ്സും കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? എയും എ ഇൻവേഴ്സും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് വരും. എക്സ് ഓൾറെഡി എവിടുത്തെ എലമെൻ്റ് ആണ്? എച്ചിലെ എലമെൻ്റ് ആണ്. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എ റിലേറ്റഡ് ടു എ ആണ്. സോ എക്സ് എ ബിലോങ്സ് ടു എവിടെയുണ്ട്? ഇക്വലൻസ് ക്ലാസ് എയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? നമ്മൾ ഇതൊരു 1:1 മാപ്പിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യും. 1:1 മാപ്പിംഗ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് സെറ്റുകൾ തമ്മിലൊരു 1:1 മാപ്പിംഗ് ആണ് റോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയുള്ള സെറ്റുകൾ തമ്മിലാണ് 1:1 മാപ്പിംഗ് പോസിബിൾ ആയിട്ട് വരിക? ആദ്യം എന്താവണം? ആ രണ്ട് സെറ്റിലെയും ഫൈനൈറ്റ് സെറ്റ്, ഇവിടെ ഫൈനൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ആ രണ്ട് സെറ്റിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? 2 എലമെന്റ് ഉള്ള ഒരു സെറ്റും 3 എലമെന്റ് ഉള്ള ഒരു സെറ്റും തമ്മിൽ ഒരു 1:1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ 1:1 ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡൊമൈനിലെയും കോഡൊമൈനിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇതൊരു 1:1 മാപ്പിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിലൂടെ കർഡിനാലിറ്റി ഓഫ് ജിയും കർഡിനാലിറ്റി ഓഫ് ഇക്വലൻസ് ക്ലാസ് എയും എന്താണെന്ന് കിട്ടും? സെയിം ആണെന്ന് കിട്ടും. കിട്ടിയോ? അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1:1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യം 1:1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇമേജസ് ഈക്വൽ ആണെന്നെടുത്തു അല്ലേ? ഇമേജസ് ഈക്വൽ ആണെന്നെടുത്തു. നമുക്ക് എന്ത് ചെയ്യണം? റോ എ ഓഫ് എച്ച്, നമ്മൾ എന്താ ചെയ്യുന്നത്? 1:1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ എ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു റോ എ ഓഫ് കെ എന്നെടുത്തു. എച്ച് ഇസ് ഈക്വൽ ടു
കെ എന്ന് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? ഇത് എച്ച് എ, ഡെഫിനേഷൻ പ്രകാരം ഇത് എച്ച് എ ആണ്, ഇത് കെ എ ആണ്. ക്യാൻസലേഷൻ ലോ, ഗ്രൂപ്പിലെ എലമെന്റ്സിൽ ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്യുന്നു. സോ എച്ച് ഇസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അതുപോലെ ഓൺ ടു എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതിലൊരു എലമെന്റ് എടുക്കുക, ഈക്വലൻസ് ക്ലാസ് എയിലെ ഒരു എലമെന്റ് എടുക്കുക. വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ ആണെന്ന് വിചാരിക്കുക. വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ എന്ന് പറയാം. ഈക്വലൻസ് ക്ലാസ് എ ആരുടെ സബ്സെറ്റ് ആണ്? ജിയുടെ സബ്സെറ്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് വൈ ബിലോങ്സ് ടു ജി വിത്ത് വൈ ഇസ് റിലേറ്റഡ് ടു എ മീൻസ് വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ അല്ലേ? ഓൺ ടു പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിൽ ഏതൊരു എലമെന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ ഒരു എലമെന്റ് എടുത്തു, വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ. വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയും എയും റിലേറ്റഡ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വൈ റിലേറ്റഡ് ടു എ. അപ്പൊ ശ്രദ്ധിക്കണം, വി ചൂസ് ആൻ എലമെന്റ് ഫ്രം ഈക്വലൻസ് ക്ലാസ് എ ആൻഡ് ലെറ്റ് ഇറ്റ് ബി വൈ. വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ മീൻസ് വൈ ഇസ് റിലേറ്റഡ് ടു എ അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കണം. അതായത് എച്ചിനകത്ത് ഒരു എലമെന്റ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് റോ എ ഓഫ് ദാറ്റ് എലമെന്റ് ഇസ് ഈക്വൽ ടു വൈ കിട്ടണം. കിട്ടിയോ? അപ്പൊ നോക്കൂ, വൈ ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ എന്ന്, അതായത് വൈ റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വൈ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. വൈ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എച്ചിലെ എലമെന്റ് ആണെങ്കിൽ അത് ഈക്വൽ ടു സം സ്മോൾ ലെറ്റർ എച്ച് എന്ന് കൊടുത്തുകൂടെ? ഇതുണ്ടോ, വൈ എ ഇൻവേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ എച്ചിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എച്ചിലെ എലമെന്റ് നമ്മളൊരു സ്മോൾ ലെറ്റർ കൊടുത്തുകൂടെ? അപ്പോൾ വൈ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് ഫോർ സം എച്ച് ബിലോങ്സ് ടു എച്ച്. കിട്ടിയോ? നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? അപ്പൊ എച്ചിലൊരു എലമെന്റ് കിട്ടി നമുക്ക്. വൈ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള് ഈ എച്ചിലുണ്ട് എന്ന് കിട്ടി. അപ്പൊ വൈ എന്ന് പറയുന്ന ഈ ഈക്വലൻസ് ക്ലാസ് എയിലെ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എ ഇൻവേഴ്സ് എച്ചിലുണ്ട് എന്ന് കിട്ടി. ഇനി എന്തും കൂടി തെളിയിക്കണം? അതിന്റെ ഇമേജ് അണ്ടർ റോ എ എന്ന് പറയുന്നത് വൈ ആണെന്ന് തെളിയിക്കണം. അപ്പൊ റോ എ ഓഫ് വൈ എച്ച് എന്താ വരിക? റോ എ വൈ എച്ച് അല്ല, റോ എ ഓഫ് വൈ എ ഇൻവേഴ്സ് എന്താ വരിക? അപ്പൊ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എ ഇൻവേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ എച്ചിലുണ്ട് എന്ന് കിട്ടി. ഇനി ഓൺ ടു പ്രൂവ് ചെയ്യണമെങ്കിൽ ആ കിട്ടിയ ആളുടെ ഇമേജ് അണ്ടർ റോ എ എന്താന്ന് പ്രൂവ് ചെയ്യണം? വൈ ആണെന്ന് കിട്ടണം. അപ്പൊ റോ എ ഓഫ് വൈ എ ഇൻവേഴ്സ് എന്താ വരിക? റോ എ ഓഫ്, ഇവിടെ എക്സ് എന്ന് എടുത്തിട്ടുള്ളത് വൈ എ ഇൻവേഴ്സിന് പകരമാണ് കേട്ടോ. അപ്പൊ റോ എ ഓഫ്, ഇവിടെ ശ്രദ്ധിക്കണേ, റോ എ നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി, റോ എ ഓഫ് വൈ എ ഇൻവേഴ്സ്. റോ എ ഓഫ് വൈ എ ഇൻവേഴ്സ് എന്താ വരിക? റോ എ ഓഫ് വൈ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? എ വൈ എ ഇൻവേഴ്സ് അല്ല, സോറി, എ വൈ എ ഇൻവേഴ്സ് അല്ല, ഡെഫിനിഷൻ പ്രകാരം എക്സ് എന്നല്ലേ വരുന്നത്. അപ്പൊ എന്താ വരുന്നത്? റോ എ ഓഫ് എക്സിന് പകരം വൈ എ ഇൻവേഴ്സ്. അപ്പൊ റോ എ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വൈ എ ഇൻവേഴ്സ് എ എന്ന് വരും അല്ലെ? വൈ എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ തന്നെയാണ് അല്ലെ? അപ്പൊ വൈ ബിലോങ്സ് ടു congruence equivalence class A implies there exists y A inverse belongs to H such that rho A of y A inverse is equal to y. അപ്പോൾ ഓൺ ടു എന്നും കിട്ടി. അപ്പോൾ 1 ഓൺ ടു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മളുടെ റോ എ എന്ന് പറയുന്ന മാപ്പിംഗ്. അപ്പോൾ 1 ഓൺ ടു ആണെങ്കിൽ അതൊരു ബൈജക്റ്റീവ് മാപ്പിംഗ് ആയി. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണെന്ന് കിട്ടി. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? കാർഡിനാലിറ്റി ഓഫ് എച്ച് എത്രയാണ്? എടുത്തിട്ടുണ്ട് നമ്മൾ, എം എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എയുടെ കാർഡിനാലിറ്റി ഓഫ് ഈക്വലൻസ് ക്ലാസ് എ എന്തായിരിക്കും? എം തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനകത്തും ഈ സെറ്റിനകത്തും എം എന്ന് പറയുന്ന എം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് നമ്മളൊന്ന് നമ്മുടെ ജിയുടെ പാർട്ടീഷനിലെ ഒരു ആളാണ് ഈക്വലൻസ് ക്ലാസ് എ. അങ്ങനെ ജിക്ക് ഇപ്പോൾ ഒരു ടി പാർട്ടീഷൻസ് അല്ലെങ്കിൽ ഒരു 5 പാർട്ടീഷൻ ഉണ്ടാകുന്ന വിചാരിക്കുക. അതായത് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാലോ, അങ്ങനെ നോക്കൂ, ഈക്വലൻസ് ക്ലാസ് A1, ഈക്വലൻസ് ക്ലാസ് A2, ഈക്വലൻസ് ക്ലാസ് A3, ഈക്വലൻസ് ക്ലാസ് A4, ഈക്വലൻസ് ക്ലാസ് A5, അങ്ങനെ 5 പാർട്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടണം? ജി കിട്ടണം. അതുപോലെ ഓരോ ആളുകളും ഇന്റർസെക്ഷൻ, ഏത് 2 എടുത്താലും ഇന്റർസെക്ഷൻ എന്തായിരിക്കണം? എം ടി ആയിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ 5 ആളുണ്ടെങ്കിൽ അപ്പൊ ജിയിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? 5
ഇങ്ങനെ ഇക്വലൻസ് ക്ലാസ് A1, ഇക്വലൻസ് ക്ലാസ് A2, അതായത് ജി എന്ന് പറയുന്ന ഇക്വലൻസ് ക്ലാസ് A1 യൂണിയൻ, ഇക്വലൻസ് ക്ലാസ് A2 യൂണിയൻ, ഇക്വലൻസ് ക്ലാസ് A3 യൂണിയൻ, ഇക്വലൻസ്, അങ്ങനെ 5 ആളുകളുടെ യൂണിയൻ ആണെന്ന് വിചാരിക്കുക. ഓരോ ആൾക്കകത്തും m എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള 5 ആളുകളുണ്ട്. അപ്പൊ മൊത്തം ജിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 5 × m എലമെന്റ്സ്. 5 ഇക്വലൻസ് ക്ലാസ് ആണ് ഉള്ളതെങ്കിൽ. അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇക്വലൻസ് ക്ലാസ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് T ആണെന്ന് വിചാരിക്കുക. T എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇക്വലൻസ് ക്ലാസ്സസ്. നമ്പർ ഓഫ് ഇക്വലൻസ് ക്ലാസ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് T ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ 5 പറഞ്ഞില്ല, അതുപോലെ T ആണെന്ന് വിചാരിക്കുക. ഓരോ ക്ലാസ്സിനകത്തും, ഒരു കോളേജിൽ 5 ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ 5 ക്ലാസ്സുകളുണ്ട്. 5 ക്ലാസ്സിനകത്ത് 10 കുട്ടികളുണ്ടെങ്കിൽ ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ എണ്ണം കിട്ടില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വലൻസ് ക്ലാസ്സുകളാണ്. അപ്പോൾ ജിക്കകത്ത് T ഇക്വലൻസ് ക്ലാസ്സുകളുണ്ട്. ഓരോ ക്ലാസ്സിനകത്തും m ആളുകളുണ്ട്. അപ്പോൾ മൊത്തം ജിയിൽ എത്ര ആളുണ്ടാവും? T × m ആളുകൾ അല്ലേ? T × m. അപ്പോൾ ജിക്കകത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ള n ആണ്. അപ്പോൾ n = T × അതായത് m × T. ഈ m ആരാണ്? കാർഡിനാലിറ്റി ഓഫ് ജി ആണ്. അപ്പോൾ എന്ത് കിട്ടി? കാർഡിനാലിറ്റി ഓഫ് H ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? കാർഡിനാലിറ്റി ഓഫ് ജി, അതായത് n കാർഡിനാലിറ്റി ഓഫ് ജി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ജി കാർഡിനാലിറ്റി ഓഫ് H × T എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് കാർഡിനാലിറ്റി ഓഫ് H എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എന്താ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? n/m എന്ന് പറയുന്ന T എന്ന് കിട്ടും. n/m എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? m ഡിവൈഡ്സ് n എന്ന് പറയാം. m എന്ന് പറയുന്ന ആരാണ്? കാർഡിനാലിറ്റി ഓഫ് H ആണ്. H എന്ന് പറയുന്ന ആരാണ്? ജിയുടെ സബ് ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഓർഡർ ഓഫ് H ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. അതാണ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത്. കിട്ടിയോ? പക്ഷെ ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആവണം നിർബന്ധമില്ല. കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം നീഡ് നോട്ട് ബി ട്രൂ ആണ്. കോൺവേഴ്സ് എന്താ പറയുന്നത്? അപ്പൊ ഇപ്പൊ നമ്മൾ ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് സബ് ഗ്രൂപ്പിന്റെ ഓർഡറെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അതിന്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ ഡിവൈസേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസേഴ്സ് ഇപ്പോൾ 10 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 10ന്റെ ഡിവൈസേഴ്സ് ആരൊക്കെയാണ്? 1, 2, 5, 10 അല്ലേ? 1, 2, 5, 10 ഡിവൈസേഴ്സ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡിവൈസേഴ്സ് ഓർഡർ, അതായത് 1 ഓർഡർ ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് എന്തായാലും 10 ഓർഡർ ആയിട്ടുള്ള ഗ്രൂപ്പിനുണ്ട്, ട്രിവിയൽ സബ് ഗ്രൂപ്പ്. അതുപോലെ 10 ഓർഡർ ആയിട്ടുള്ള അത് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ 2ഉം 5ഉം ഓർഡർ ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകൾ അതിവിടെ പ്രൈമായി പോയി അല്ലേ? അപ്പൊ ജനറൽ കേസിൽ ഇങ്ങനെ പറയുന്ന ഡിവൈസേഴ്സ് ഓർഡർ ആയിട്ട് വരുന്ന സബ് ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പിന് എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രൈം ഡിവൈസേഴ്സ് ആണ്. അപ്പൊ ആ കാര്യം വേറൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ കോൺവേഴ്സ് പാർട്ട്. കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ ഡിവൈസേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓർഡറിലുള്ള സബ് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിന് വരണം എന്ന് നിർബന്ധമില്ല.